ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 25 വരെയുള്ള ആനുകാലിക സംഭവങ്ങളാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റായ നിവാറിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റാണ് നിവാർ. അതിന് ആ പേര് നൽകിയ രാജ്യം ഏതെന്നുള്ളതാണ്. വിച്ച് കൺട്രി ഗേവ് ഇറ്റ്സ് നെയിം ടു നിവാർ, ദ മോസ്റ്റ് സിവിയർ സൈക്ലോൺ ടു ഫോം ഇൻ ദി ബേ ഓഫ് ബംഗാൾ? ശ്രദ്ധിക്കുക. വിച്ച് കൺട്രി ഗേവ് ഇറ്റ്സ് നെയിം ടു നിവാർ, ദ മോസ്റ്റ് സിവിയർ സൈക്ലോൺ ടു ഫോം ഇൻ ദി ബേ ഓഫ് ബംഗാൾ? ഇപ്പോൾ നിവാറിന് ആ പേര് നൽകിയ രാജ്യം ഇറാനാണ്. നിവാർ ഇപ്പോൾ തമിഴ്നാട് തീരങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. നിവാറിന് ആ പേര് നൽകിയ രാജ്യം ഇറാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന് 2020 അർഹരായവർ ആരൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അത് ഒരു പഴയ ചോദ്യമാണെങ്കിൽ പോലും കൂടുതൽ PSC പരീക്ഷകളിൽ ഇപ്പോൾ വരുന്ന ഒരു ചോദ്യമായതുകൊണ്ടാണ് ഇത് വീണ്ടും ഉൾപ്പെടുത്തിയത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന് 2020 അർഹരായവർ ആരൊക്കെ? ഹു ഈസ് ദി റെസിപ്പിയൻസ് ഓഫ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020? ഇവിടെ ഒന്നിലധികം പേരുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റെസിപ്പിയൻസ് ഓഫ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന് 2020 അർഹരായവർ ആരൊക്കെ എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, 5 പേര് ഉണ്ട്. ആദ്യമായിട്ടാണ് 5 പേർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകുന്നത്. ഒന്ന് രോഹിത് ശർമ്മ, ക്രിക്കറ്റിൽ രോഹിത് ശർമ്മ 5 വിഭാഗങ്ങളിൽ കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. 2020 ഇങ്ങനെ നൽകിയത്. രോഹിത് ശർമ്മ ക്രിക്കറ്റിൽ. അതുപോലെ വിഘ്നേഷ് ഫോഗട്ടാണ് റെസ്ലിങ്. അതേപോലെ തന്നെ മോനിക്ക ബത്ര ടേബിൾ ടെന്നീസ്. റാണി രാംപാൽ വിമൻസ് ഹോക്കി ക്യാപ്റ്റൻ. അതുപോലെ തന്നെ പിന്നുള്ളത് മാരിയപ്പൻ തങ്കവേലു ഹൈജമ്പ് പാരാഒളിമ്പിക്സ്. ഹൈജമ്പിൽ റെക്കോർഡിട്ട് ഗോൾഡ് നേടിയ മാരിയപ്പൻ തങ്കവേലു. അങ്ങനെ 5 പേർക്ക്. മാരിയപ്പൻ തങ്കവേലു ഹൈജമ്പിലാണ്, പാരാഒളിമ്പിക്സിൽ. റാണി രാംപാൽ വിമൻസ് ഹോക്കി ക്യാപ്റ്റനാണ്. മോനിക്ക ബത്ര ടേബിൾ ടെന്നീസാണ്. വിഘ്നേഷ് ഫോഗട്ട് റെസ്ലിംഗ് ആണ്. രോഹിത് ശർമ്മ ക്രിക്കറ്റാണ്. വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. 5 പേർക്ക് ആദ്യമായിട്ടാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ഒരു വർഷം നൽകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹു ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദി 2019 ഹരിവരാസനം അവാർഡ്? 2019 ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇപ്പോഴാണ് ഹരിവരാസന അവാർഡ് നൽകുന്നത്. 2019 ഹു ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദി 2019 ഹരിവരാസനം അവാർഡ്? 2019 ഹരിവരാസന അവാർഡ് ലഭിച്ചത് ഇളയരാജയ്ക്കാണ്. ആർക്കാണ് ഹരിവരാസന അവാർഡ് ലഭിച്ചത്? ഇളയരാജ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് സംസ്ഥാനത്തെ 28ാമത്തെ ജില്ലയാണ് ഗോറല്ല പെദ്ര മർവാഹി ജില്ല? ഗോറല്ല പെദ്ര മർവാഹി ഡിസ്ട്രിക്ട് ഈസ് ദി 20th ഡിസ്ട്രിക്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഗോറല്ല പെദ്ര മർവാഹി ഡിസ്ട്രിക്ട് ഈസ് ദി 20th ഡിസ്ട്രിക്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്? അപ്പോൾ ഗോറല്ല പെദ്ര മർവാഹി ജില്ല 28ാമത്തെ ജില്ലയാണ്. അത് ഛത്തീസ്ഗഡിൻ്റെതാണ്. ഗോറല്ല പെദ്ര മർവാഹി ഛത്തീസ്ഗഡിൻ്റെ ജില്ലയാണ്. ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് ബഗൽ ആണ്. ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭൂപേഷ് ബഗൽ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എന്നറിയുന്ന കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ. അടുത്ത ചോദ്യം. ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ച ആർക്ക്? ഹു ഈസ് ദി റെസിപ്പിയന്റ് ഓഫ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ലോ ട്രസ്റ്റ്? ശ്രദ്ധിക്കുക, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡാണ് ലഭിച്ചത്. ആർക്ക്? നിയമരംഗത്തുള്ള സർവീസിനെ പരിഗണിച്ചുകൊണ്ട് നൽകുന്നതാണ്. സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായ കുര്യൻ ജോസഫിനാണ് ഈ അവാർഡ്. കുര്യൻ ജോസഫ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായ കുര്യൻ ജോസഫിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ്. ഹു വാസ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര? ഇപ്പം ബീഹാറിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഈ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് ഉദ്ധവ് താക്കറെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11 ദിവസത്തെ ധനുജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? 11 ദിവസത്തെ ധനുജാത്ര കേരളം ഓണം ആഘോഷിക്കുന്ന പോലെ 11 ദിവസത്തെ ധനുജാത്ര
ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. വിച്ച് സ്റ്റേറ്റ് ഈസ് സെലിബ്രേറ്റിംഗ് ദ 11-day long ധനുജാത്ര. 11-day long ധനുജാത്ര. ധനുജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ധനുജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സുസ്ഥിര വികസന ലക്ഷ്യസൂചിയിൽ 2019-20 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? വിച്ച് സ്റ്റേറ്റ് വാസ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ് 2019-20? സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ 2019-20 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? കേരളമാണ് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം. കേരളം. ഏത് വർഷത്തിലാണ് ISRO വീനസ് ദൗത്യം ശുക്ര ദൗത്യം ആരംഭിക്കുന്നത്? ഏത് വർഷത്തിലാണ് ISRO വീനസ് ദൗത്യം ആരംഭിക്കുന്നത്? ISRO ഹാസ് ഷെഡ്യൂൾഡ് ടു ലോഞ്ച് ഇറ്റ്സ് വീനസ് മിഷൻ ഇൻ വിച്ച് ഇയർ? ISRO ഹാസ് ഷെഡ്യൂൾഡ് ടു ലോഞ്ച് ഇറ്റ്സ് വീനസ് മിഷൻ ഇൻ വിച്ച് ഇയർ? നമുക്ക് നോക്കാം ഏത് വർഷമാണ്. 2025 ഇന്ത്യയും ഫ്രാൻസും ചേർന്നാണ് ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത്. ലോഞ്ച് വീനസ് മിഷൻ ഇൻ 2025 2025. ഇന്ത്യയും ഏത് രാജ്യത്തെയുമാണ് 2020 ഓൺലൈൻ ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൻ്റെ സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ത്യയും ഏത് രാജ്യത്തെയുമാണ് 2020 ഓൺലൈൻ ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൻ്റെ സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി വേർ ഡിക്ലെയർഡ് ജോയിൻറ്റ് വിന്നേഴ്സ് ഓഫ് 2020 ഓൺലൈൻ ഫിഡെ ചെസ് ഒളിമ്പ്യാഡ്? ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി വേർ ഡിക്ലെയർഡ് ജോയിൻറ്റ് വിന്നേഴ്സ് ഓഫ് 2020 ഓൺലൈൻ ഫിഡെ ചെസ് ഒളിമ്പ്യാഡ്? ഇന്ത്യയും റഷ്യയുമാണ്. ഇന്ത്യയും റഷ്യയും ആണ് സംയുക്ത വിജയികളായി ഈ രണ്ട് രാജ്യങ്ങളെയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യത്തെ കുട്ടികളുടെ പത്രമായ ദ യങ് മൈൻഡ്സ് ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത്? ആദ്യത്തെ കുട്ടികളുടെ പത്രമായ ദ യങ് മൈൻഡ്സ് ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത്? യങ് മൈൻഡ്സ്. ദ ഫസ്റ്റ് ചിൽഡ്രൻസ് ന്യൂസ് പേപ്പർ ദ യങ് മൈൻഡ്സ് വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ദ ഫസ്റ്റ് ചിൽഡ്രൻ ന്യൂസ് പേപ്പർ ദ യങ് മൈൻഡ്സ് വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ആസാമിലാണ് യങ് മൈൻഡ്സ് ആരംഭിക്കുന്നത്. ആദ്യത്തെ കുട്ടികളുടെ പത്രമാണ്. ആസാമിലാണ് യങ് മൈൻഡ്സ് ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് സ്കൂൾ പാഠ്യപദ്ധതിയുടെ 10+2+3 പാഠ്യഘടനയ്ക്ക് പകരമായി വരുന്ന പാഠ്യഘടന. ഇപ്പോൾ നിലവിലുള്ളത് 10+, 10ാം ക്ലാസ് കഴിഞ്ഞാൽ 2 വർഷം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ ഡിഗ്രി വിദ്യാഭ്യാസം. 10+2+3 ആണ് ദേശീയ വിദ്യാഭ്യാസം. ഇതിന് പകരമായി വരുന്ന പാഠ്യഘടന ഏത്? ആസ് പെർ ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 10+2+3 എന്നിവിടെ കൊടുക്കണം. 3 എന്നും കൂടെ നൽകണം. 10+2+3 സ്ട്രക്ചർ ഓഫ് സ്കൂൾ കരിക്കുല ഈസ് ടു ബി റീപ്ലേസ്ഡ് ബൈ വിച്ച് കരിക്കുല സ്ട്രക്ചർ? അപ്പോൾ ഈ 10+2+3ക്ക് പകരമായി വരുന്ന പാഠ്യഘടന ഏത് എന്നുള്ളതാണ് ചോദ്യം. 5+3+3+4 5+3+3+, 5ാം ക്ലാസ് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് 8 വരെ, തുടർന്ന് 3 വർഷം, അത് കഴിഞ്ഞ് 4 വർഷം എന്നുള്ള 5+3+3+4 ആണ് പുതിയതായി വരുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച തരുൺ ഗൊഗോയ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഇത് റീസെൻ്റ്ലി ഡിസീസ്ഡ് തരുൺ ഗൊഗോയ് വാസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? അടുത്തിടെ അന്തരിച്ച തരുൺ ഗൊഗോയുടെ പേര് ഓർത്തിരിക്കുക. തരുൺ ഗൊഗോയ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതിന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ആസാം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, ഹി വാസ് ദ ലോങ്സ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം. ഏറ്റവും കൂടുതൽ കാലം ആസാം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഈ തരുൺ ഗൊഗോയ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മികച്ച ഡ്രാമ പരമ്പരയ്ക്കുള്ള 2020 എമ്മി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ചിത്രം? മികച്ച ഡ്രാമ പരമ്പരയ്ക്കുള്ള 2020 എമ്മി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ചിത്രം? വിച്ച് ഇന്ത്യൻ ഫിലിം വോൺ ദ 2020 Emmy Award for Best Drama Series? Which Indian film won the 2020 Emmy Award for Best Drama Series? ഡൽഹി ക്രൈം ആണ്. ഏതാണ്? ഡൽഹി ക്രൈം ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാന വാർത്ത ഈ വാർത്ത ഉൾക്കൊള്ളിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഡീഗോ മറഡോണയെ കുറിച്ചുള്ളതാണ്. ലോകത്തെ എക്കാലത്തെയും ജനപ്രിയ ഫുട്ബോൾ താരം, 1960 ജനിച്ച് 2020 ഇന്ന് അദ്ദേഹം ലോകത്തോട് വിടവാങ്ങിയതാണ്. ഇന്നലെ ലോകത്തെ എക്കാലത്തെയും ജനപ്രിയ ഫുട്ബോൾ താരമാണ് ഇദ്ദേഹം. 1982, 86, 90, 94 ലോകകപ്പുകളിൽ കളിച്ചു. 4 ലോകകപ്പുകളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉൾപ്പെടുത്തിയത്. 82, 86, 90, 94 ലോകകപ്പുകളിൽ കളിച്ചു. അർജന്റീനയ്ക്ക് 91 രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചു.
91 രാജ്യാന്തര മത്സരങ്ങൾ. രാജ്യാന്തര അരങ്ങേറ്റം 1977 ഫെബ്രുവരി 27 ഹംഗറിക്കെതിരെ. രാജ്യാന്തര അരങ്ങേറ്റം 1977 ഫെബ്രുവരി 27 ഹംഗറിക്കെതിരെ. 1986 അർജന്റീനയെ 2ാം തവണ ലോകകപ്പ് ജേതാക്കളാക്കിയ ക്യാപ്റ്റനാണ് ഇദ്ദേഹം. 1986 അർജന്റീനയെ 2ാം തവണ ലോകകപ്പ് ജേതാക്കളാക്കിയത്. അതിൽ 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഗോള് ചരിത്രമായി. ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം നേടിയ ഗോള് ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടിയ ഗോളെന്നൊക്കെ അവകാശപ്പെടുന്ന ഗോള് ഹാൻഡ് ഗോളായിരുന്നു. 86 ഈ ലോകകപ്പ് ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ആദ്യ ഗോള് ഹാൻഡ് ഗോളായിരുന്നു. അപ്പോൾ അത് ചരിത്രമായി. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഡീഗോ മാറഡോണയെ കുറിച്ചുള്ളത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. 4 ലോകകപ്പിൽ കളിച്ച ജനപ്രിയ ഫുട്ബോൾ താരമായിരുന്നു. 91 രാജ്യാന്തര മത്സരങ്ങൾ. ആദ്യ മത്സരം ഹംഗറിക്കെതിരെ. 86 അർജന്റീനയെ 2ാം തവണ ലോകകപ്പ് ജേതാക്കളായ ക്യാപ്റ്റൻ. 86 ലോകകപ്പ് ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഗോൾ ചരിത്രമാവുകയും ചെയ്തു. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.